എല്ലാവർക്കും നമസ്കാരം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ അസാധാരണമായ ഒരു ഭാഗം, ഇന്നും ആളുകൾ പോകാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന ഭീതികരമായിട്ടുള്ള ഒരു രഹസ്യ മേഖല. ഒരുപാട് കപ്പലുകളും വിമാനങ്ങളും ഈ ഒരു പ്രദേശത്ത് യാതൊരു വിധത്തിലുള്ള തെളിവുകളും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമാവുകയാണ്. ശാസ്ത്രലോകം ഇത്രയധികം വളർന്നു കഴിഞ്ഞിട്ടും ഇന്നും ഉത്തരം കിട്ടാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡെവിൾസ് ട്രയാങ്കിൾ എന്ന ഓമന പേരിൽ ഇന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബർമുഡ ട്രയാങ്കിളിന്റെ നിഗൂഢത. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് ബർമുഡ ട്രയാങ്കിളിനെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളിലേക്കാണ്. ലെറ്റ്സ് അൺറാവൽ ദി അൺനോൺ ഓഫ് ബർമുഡ ട്രയാങ്കിൾ. വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക്. ഫ്ലോറിഡയിലെ മയാമി, ബർമുഡ ഐലൻഡ്, പ്യൂർട്ടോ റിക്കോ എന്നീ 3 ബിന്ദുക്കൾ ചേരുന്ന ഒരു സമുദ്രഭാഗമാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 5 ലക്ഷം സ്ക്വയർ മൈൽ വിസ്തൃതിയുള്ള വലിയൊരു സമുദ്രഭാഗം. ചിലർ പറയുന്നത് ഈ ഒരു പ്രദേശത്ത് ശക്തമായ അളവിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നാവിഗേഷൻ സിസ്റ്റംസും അതുപോലെ തന്നെ കോമ്പസുകളും ഒക്കെ ഈ ഒരു പ്രദേശത്ത് വരുമ്പോൾ തെറ്റിപ്പോകുന്നു. ഇതുകൂടാതെ ഭൂഗർഭത്തിൽ മീഥേൻ ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നത് മൂലം കപ്പലുകൾ മുങ്ങാൻ കാരണമാകുന്നു എന്ന വാദവും ചിലർ ഉന്നയിക്കാറുണ്ട്. എന്നാൽ കേവലം ഒരു സമുദ്രഭാഗത്തെ പറ്റി എന്തുകൊണ്ടായിരിക്കാം ആളുകൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉന്നയിക്കാൻ ആരംഭിച്ചത്? വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. 1945 ഡിസംബർ 5-ന് US നേവിയുടെ 5 വിമാനങ്ങൾ ഫ്ലൈറ്റ് 90 ട്രെയിനിങ് മിഷന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. എന്നാൽ യാത്രക്കിടയിൽ ഒരു പ്രദേശം എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ കോമ്പസും നാവിഗേഷൻ സിസ്റ്റംസും ഒന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന കാര്യം ഇവർക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. ഇതോടുകൂടി തങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റായ ദിശയിലാണ്, തങ്ങളുടെ നാവിഗേഷൻ സിസ്റ്റംസും കോമ്പസുകളും ഒന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന സന്ദേശം ATCയുടെ ഭാഗത്തേക്ക് ഇവർ കൈമാറുകയാണ്. അവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്ന അവസാനത്തെ റേഡിയോ മെസ്സേജ് എന്ന് പറയുന്നതും ഇത് തന്നെയായിരുന്നു. 5 വിമാനങ്ങളും 5 വിമാനത്തിലായി ഉണ്ടായിരുന്ന 14 പൈലറ്റുമാരും ആ ഒരു പ്രദേശത്ത് അപ്രത്യക്ഷമാവുകയാണ്. പിന്നീട് ഇവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റുകളും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതോടുകൂടി ഇവരെ റെസ്ക്യൂ ചെയ്യുന്ന മിഷന് വേണ്ടിയിട്ട് ഒരു വലിയ വിമാനം അവർ അയക്കുകയാണ്. എന്നാൽ ആ ഒരു വിമാനവും ബർമുഡ ട്രയാങ്കിളിൽ വെച്ച് കാണാതാവുകയാണ്. ഈ ഒരു വിമാനങ്ങളുടെ യാതൊരു വിധത്തിലുള്ള അവശിഷ്ടവും അവർക്ക് അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ഇതോടുകൂടി ബർമുഡ ട്രയാങ്കിൾ എന്ന പ്രദേശം ഒരു ശപിക്കപ്പെട്ട പ്രദേശമായിട്ട് ലോകമൊട്ടാകെ മുദ്ര ചെയ്യപ്പെടുകയാണ്. ഇതിനുശേഷം ഒരുപാട് കപ്പലുകളും വിമാനങ്ങളും ഈ ഒരു പ്രദേശത്ത് കാണാതാവുകയാണ്. 1918-ൽ USS സൈക്ലോപ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന 306 പേർ സഞ്ചരിച്ചിരുന്ന ഭീമൻ US നേവി കപ്പൽ ബർമുഡ ട്രയാങ്കിളിൽ പ്രവേശിച്ച ശേഷം പിന്നീട് ഒരിക്കലും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഭീമാകാരമായ വലുപ്പവും അതിനൊത്ത യാന്ത്രിക ശക്തിയുമുള്ള ഒരു പടുകൂറ്റൻ കപ്പലായിരുന്നു ഇതെങ്കിലും യാതൊരു വിധത്തിലുള്ള ട്രേസുകളും അവശേഷിപ്പിക്കാതെ ബർമുഡ ട്രയാങ്കിളിൽ പ്രവേശിച്ച ശേഷം ആ കപ്പൽ എങ്ങോട്ടോ മാഞ്ഞുപോയി. ഈ ഒരു സംഭവത്തിന് ശേഷം മേരി സെലസ്റ്റ്, ഡീറിംഗ്, കരോൾ എ തുടങ്ങിയ നിരവധി കപ്പലുകൾ ക്രൂ ഒന്നും ഇല്ലാതെ താനെ ഒഴുകി വരുന്നതായിട്ട് ഈ ഒരു പ്രദേശത്ത് നിന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. പേഴ്സണൽ ഐറ്റംസും അതുപോലെ തന്നെ കപ്പലിനകത്ത് ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളും ഒക്കെ അൺടച്ചഡ് ആയിട്ട് കാണപ്പെടുകയാണ്. എന്നാൽ ബർമുഡ ട്രയാങ്കിളിൽ പ്രവേശിച്ച ശേഷം കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകൾ വായുവിൽ അപ്രത്യക്ഷരായോ എന്ന ചോദ്യമാണ് ലോകമൊട്ടാകെ ഇന്നും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവങ്ങളെ പറ്റിയിട്ട് ഒരുപാട് സയന്റിഫിക് എക്സ്പ്ലനേഷൻസ് ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് മാഗ്നറ്റിക് അനോമലി എന്ന പ്രതിഭാസം മൂലമാണ് കോമ്പസുകളുടെയും നാവിഗേഷൻ സിസ്റ്റങ്ങളുടെയും ദിശ തെറ്റുന്നതെന്നും, രണ്ടാമതായിട്ട് സമുദ്രത്തിന്റെ ഭൂഗർഭത്തിൽ ഉണ്ടാകുന്ന മീഥേൻ ഗ്യാസ് മൂലമാണ് കപ്പലുകൾ മുങ്ങാൻ കാരണമാകുന്നതെന്നും, മൂന്നാമതായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന ശക്തമായ കൊടുങ്കാറ്റുകളും അതോടൊപ്പം തന്നെ പൈലറ്റിന്റെയും ഷിപ്പ് ക്യാപ്റ്റൻസിന്റെയും ഭാഗത്തു നിന്നുണ്ടായേക്കാവുന്ന പിഴവുകളുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് കാരണമാക്കിയതെന്നും എന്നുള്ള കണ്ടെത്തലുകളാണ്. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഇന്നേ വരെ ആർക്കും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവത്തെ തുടർന്ന് ആ ഒരു പ്രദേശത്തുകൂടിയുള്ള ഫ്ലൈറ്റ് റൂട്ടുകളും ഷിപ്പ് റൂട്ടുകളും എല്ലാം നിരോധിക്കപ്പെടുകയാണ്. പാരാനോർമൽ അന്വേഷകർ ഈ ഒരു പ്രദേശത്ത് എന്തോ ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യമുണ്ടെന്നും അവകാശപ്പെടുന്നു. ഈ ഒരു സംഭവങ്ങളോട് കൂടിയിട്ട് ആ ഒരു സ്ഥലം ഒരു മിസ്റ്ററി സോൺ ആയിട്ട് മുദ്ര ചെയ്യപ്പെടുകയാണ്. പിന്നീടും ഒരുപാട് വിമാനങ്ങളും കപ്പലുകളും വഴിതെറ്റി ബർമുഡ ട്രയാങ്കിളിൽ പ്രവേശിച്ചതിനെ തുടർന്ന് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ലോകമൊട്ടാകെ ഉയരുന്ന ഒരൊറ്റ ചോദ്യം, അപ്രതീക്ഷിതമായവയെല്ലാം എങ്ങോട്ടാണ് പോയത്?
ഇന്നും അതിന് ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒരു വലിയ നിഗൂഢതയായി ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. See you on the next chapter. Until then, it's me Jasmine from Secret Book signing off.